അജ്മിയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ലോ, ഏറ്റവും നല്ല ബ്രാൻഡാണ്. അജ്മി കഴിഞ്ഞ കുടുംബസംഗമത്തിനാണ് അമ്മയുമായിട്ട് കൈകോർത്തത്. ആ കുടുംബസംഗമത്തിന് വന്നപ്പം അജ്മി ഒരു വാക്ക് പറഞ്ഞു, ഇനി അമ്മയുമായിട്ട് എന്നും കൈകോർക്കും, അതോടൊപ്പം നമ്മളുമായിട്ട് കൈകോർക്കും. അതിൻ്റെ കുറേ പ്രവർത്തനമുണ്ട്. ഇവരുടെ MD പോയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരൊക്കെ ഇന്നൊരു വലിയ ഇവൻറ്റ് അങ്കമാലി നടക്കും, അതുകൊണ്ടാണ് ഇവർ പോയിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ നിൽക്കുന്നുണ്ട്, എന്തിനും തയ്യാറാണ്. അതാണ് അജ്മി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ ബലം. ആ സഹോദരന്മാരുടെ ഏറ്റവും വലിയ ബലം ഇവരെ പോലെയുള്ള ആളുകളാണ്. എന്തായാലും വളരെ സന്തോഷം. കഴിഞ്ഞ കുടുംബസംഗമത്തിൽ വന്നു, വീണ്ടും അമ്മയിലേക്ക് ചേർന്ന് വരുന്നു. എന്താണ് അമ്മയുമായിട്ട് ഇത്ര ആത്മബന്ധം? ഞങ്ങളെ ഇത്രയ്ക്ക് സ്വീകാര്യതയോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്ര വൈഡായിട്ട് നമ്മൾ പുട്ടുപൊടിയിലാണ് മേജറായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് നിൽക്കുന്നത്. പിന്നെ എക്സ്പോർട്ടിങ്ങിലാണെങ്കിലും നല്ല വൈഡായിട്ട് നമ്മൾ ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ബന്ധം റിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയറക്ടേഴ്സ് ആയാലും അവരിപ്പോൾ സ്ഥലത്തില്ല, വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് അങ്കമാലിൽ, അതുകൊണ്ടാണ് എത്താൻ പറ്റാതെ. വളരെ വന്നിട്ട് പോയതാണ്. ലാലേട്ടൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടാണ്. അതെ, ഫുൾ ടൈം ഇവിടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതിനുള്ള ബുദ്ധിമുട്ട്. 7 മണിക്ക് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞു. അതെ, അങ്കമാലി നമ്മുടെ ഡീലേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് സോണിന്റെ. അതിന് പോയതുകൊണ്ടാണ് ഫുൾ ടൈം ഇവിടെ ഇൻവോൾവ് ആകാൻ പറ്റാത്തത്. ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്നു, എല്ലാവരും ഇൻവോൾവ് ആയി. വളരെ ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയല്ലേ? അല്ല, വേറൊരു ഐറ്റം ഉണ്ടല്ലോ, ഇത്തവണ ഒരു പായസം ഇറക്കിയായിരുന്നു. അതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്, ഒരു പായസം. ഏതാണ് ആ പായസം? എല്ലാവരും ഇത് അജ്മിയുടെ പുതിയ ഒരു ബ്രാൻഡാണ്, പാലട പഴമീസ്. ഞാൻ ഒന്ന് കുടിക്കാം. സൂപ്പർ. ധൈര്യമായിട്ട് ഇതും അജ്മിയുടെ പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ മേടിക്കണം, ഒപ്പം തന്നെ ഇതും നിങ്ങൾ മേടിക്കാം. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങൾ ഇനിയും അമ്മയിൽ തുടരും, നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.